ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. ഞാനിതാ നമ്മളെ വീടിൻ്റെ പരിസരത്താണുള്ളത്. നമ്മളെ വീടിൻ്റെ പണി നിങ്ങൾ തുടങ്ങിയോ? തുടങ്ങല്ല. അതെന്താ തുടങ്ങാണ്ട്? നിങ്ങൾക്ക് ഇപ്പം തിരക്ക് തന്നെ കൂട്ടാണ്ട് വേഗം തുടങ്ങുന്നത്. ഞാൻ പറയാം, ഓളോട് പറഞ്ഞു തുടങ്ങിയാൽ ശരിയാവൂല. കാരണം ഓള് പറയുന്ന അപ്പം ഞങ്ങളെ വീടിൻ്റെ പണി തുടങ്ങി. ഓളെ കൊണ്ട് പറയിപ്പിക്കാത്ത ആറടി നിങ്ങളുള്ള നാക്കാം. ഓ എൻ്റെ നാക്കിന് നിങ്ങളെ കൂട്ടി നിങ്ങൾ ഓരോ ഡയലോഗ് ഇങ്ങ് തരും, മറ്റേ അത് തീർത്ത് എന്നെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് ഞാനിപ്പോൾ നാക്കുകാരത്തിയായി. കേക്ക് നിങ്ങൾക്ക് അറിയാം എവിടെ നാക്കിന്റെ നിങ്ങൾ എത്ര ഉണ്ട് എന്നുള്ളത്. അതൊക്കെ പോട്ടെ. ഞാനൊരു പച്ച പാവ, എന്നെ നിങ്ങളാണ് ഇങ്ങനെ എല്ലാം ആക്കി. ഉറങ്ങുമ്പല്ലേ? ഉറങ്ങുമ്പോ പാവ കേട്ടോ, അല്ലാത്തതിനും പാവല്ല. അതായത് നമ്മളെ വേറൊരാളുണ്ട് ഇവിടെ വീടിൻ്റെ ഇങ്ങനെ പ്ലാനിൽ നോക്കി നിൽക്കുന്നത് കണ്ടോ. ഇത് നമ്മളെ ഇളയ കുഞ്ഞനാണ്. പേര് പറ. എന്തേ? എത്രാം ക്ലാസ്സിലാ? ഓക്കെ. നമുക്ക് 3 മക്കൾ. ഇന്നലെ കുറേ ആൾക്കാർ വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര മക്കളാന്നുള്ളത്. അപ്പം നമുക്ക് 3 പെൺകുളന്തകളാണ്. 3 പെൺകുളന്തകളാണുള്ളത്. അതിൽ ഏറ്റവും ഇളയത് എങ്ങോട്ട് എണീച്ചു? ഏറ്റവും ഇളയവളാണ് ഇവളെ പേരാണ് ഹിനമോൾ. ഹിന ഫാത്തിമ 4ാം ക്ലാസ് പഠിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവളൊക്കെ സ്കൂളും വിട്ട് ഇപ്പം വന്നിട്ടേ ഉള്ളൂ. കാണിച്ചു ഞാൻ പറയാം. അവിടെ നിൽക്ക്, നിങ്ങൾ വലിയ ഇതാല്ലോ കേട്ടോ. എത്രയും നേരം എന്തൊരു പാവമായിട്ട് അഭിനയിച്ച ആളാണോ? ഏകദേശം ഒരു വീഡിയോ എഴുതിയിട്ടുണ്ട്, അയാൾ എടുത്തോണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോയിൽ മൂപ്പൻ നല്ല പാവമായിട്ട് അഭിനയിക്കുന്നത്. ഞാനൊരു ദുഷ്ടത്തിയും, പക്ഷേ സംഭവം നേരെ തിരിച്ചാണ്. പക്ഷേ ഇതാളെ ഇടയിൽ എന്നെ ദുഷ്ടത്തിയാക്കി ഞാനൊരു നാക്കുകാരത്തിയും, മൂപ്പനൊരു പാവമായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം പറയാം ഉണ്ടല്ലാന്ന് കഥ. അതിപ്പോൾ അടുത്തിടും, തീർന്നില്ല, എടുത്തോണ്ടിരിക്കുകയാണ്. എന്നെ അതിലൊരു ഭയങ്കര ക്രൂരത്തിയായിട്ടാണ് മൂപ്പന്. ഇനി അങ്ങനെ പറഞ്ഞാൽ മതി. ആളെ ഇടയിൽ എന്നെ ഇതാക്കണല്ലോ. തൽക്കാലം ആ വീഡിയോന്റെ കഥയൊന്നും പറയണ്ട. ഒരു നല്ലൊരു വീഡിയോ വരുന്നുണ്ട്, ഒരു 25 മിനിറ്റുള്ള ഒരു വീഡിയോ. ആ വീഡിയോ ഇൻഷാല്ലാ ഒരാഴ്ച കൊണ്ട് കഴിയില്ല. അത് കുറേ എടുക്കാനുണ്ട്. ഇത്രയും ഞങ്ങൾ അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ പണിക്കാരുണ്ടേനും, അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കുറവാണ്. പണിക്കാർക്ക് ചോറും ചായയൊക്കെ വേണ്ടിയതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും വീഡിയോ എടുക്കാനൊക്കെ ടൈം കിട്ടുന്നില്ല. ഇപ്പം ഞാൻ പണിക്കാരോട് പറഞ്ഞിട്ടുണ്ട്, ചോറൊന്ന് ഇവർക്കാണെങ്കിൽ പിന്നെ ഹോട്ടലത്തെ ഭക്ഷണം കഴിക്കാൻ പറ്റൂല. പിന്നെ ഓർക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ഭക്ഷണം ആണ്. നമുക്ക് നമ്മളെ ഒരു വീടുണ്ടാക്കുമ്പോൾ തൃപ്തിയായ ഭക്ഷണം കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു പോളിസി. പക്ഷേ എന്താ പറയുക, അപ്പം നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ മുടങ്ങും. ഞാൻ അന്നേരം ഓരോടൊന്ന് പറഞ്ഞെടുക്കും, തലക്കൊക്കെ തരാം. ഇന്നലെ ബിരിയാണിയൊക്കെ വെച്ച് കൊടുത്തിട്ടോ ഗൈസ്. ഇന്ന് ബിരിയാണിയൊന്നുമില്ല, ഇന്ന് പിന്നെന്താ സാദാ പരിപ്പറിയും ചോറൊക്കെയാണ് കൊടുത്തത്. അപ്പോൾ ഇന്ന് ഞാൻ ഓലോട് പറഞ്ഞ് എപ്പോഴൊന്നും ചോറും ചായയൊന്നും ഉണ്ടാക്കി തരാൻ പറ്റൂല, എടുക്കും തലക്കൊക്കെ ഞാൻ ഉണ്ടാക്കിത്തരാം, നിങ്ങളെ സംതൃപ്തിപ്പെടുത്ത ഭക്ഷണം കൊണ്ട്. പക്ഷേ എടുക്കും തലക്കൊന്നും തരാൻ പറ്റൂല എന്ന്. അപ്പോൾ ഓല് ചോദിച്ച് നിങ്ങൾ കപ്പ എങ്ങനെങ്കിലും ആക്കി തരാൻ പറ്റുമോ? അവർക്ക് ഹോട്ടലത്തെ ഭക്ഷണം തീരെ പിടിക്കുന്നില്ല. നമ്മളൊരു വീട് ഉണ്ടാക്കുമ്പം നമ്മൾ വീട്ടിലെ ഭക്ഷണം കൊടുത്ത് പണിക്കാരെ സംതൃപ്തിപ്പെടുത്തണമല്ലോ. ആ സ്ഥിതിക്ക് കഠിനാധ്വാനം ഞാനിപ്പം ചെയ്യണം. വീട്ടിലെ ഓൾക്ക് ചോറും ചായൻ്റെ ഇടയ്ക്ക് കൂടെ പോയിട്ട് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടാണ്. ഇതാണ് എൻ്റെ റൂം, അല്ലെങ്കിൽ വേണ്ട, എൻ്റെ റൂം മേലെയാണ്. നമ്മളെ ചുമരുകെട്ടൽ ഇന്നലെ തൊട്ടാണ് തുടങ്ങിയത്. ഇതാ 5 പണിക്കാരുണ്ടായിരുന്നു. 2 ദിവസവും 5 പണിക്കാർ വെച്ചിട്ടാണ് വന്നത്. ഇത്രയും ആയിക്കുണ്ട്. ഇന്നുകൊണ്ട് 2 ദിവസം കൊണ്ടാണ് ഇത്രയും മേലെ എത്തിയത്. ചക്കക്കുരു തിന്നില്ല, ചക്കയായിരുന്നു വൈകുന്നേരം ചായക്ക്. നല്ല വരിക്കച്ചക്കയും ചായയും, പാല് വെച്ച ചായയും. ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ ഇന്ന് ഞാനത്തെ വീഡിയോ പറഞ്ഞു, ഇവിടെ കൃഷി ഉണ്ടെന്ന്. ഇവിടെ കുറേ സ്ഥലത്ത് എല്ലാ ഫ്രൂട്ട്സും ഞങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട്. വീട് പണി കഴിയുമ്പോൾ എല്ലാ ഒരുവിധ ഫ്രൂട്ട്സ് മേലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ മുറ്റത്ത് മുന്തിരി ചക്ക എന്താ ബെഡുമ്മലാണ്. വർഷത്തിൽ 2 പ്രാവശ്യം കഴിക്കും. തേൻ പരിക്ക, അത് ഞങ്ങൾ കാണിച്ചു തരാം. ഇപ്പം ഇവർക്ക് വൈകുന്നേരം ചായ കൊടുത്തപ്പോൾ വൈകുന്നേരം ചായ കൊടുത്തപ്പോൾ തേൻ പരിക്ക ചക്കയും ചായയും. പണിക്കാർ പറഞ്ഞിട്ട് നാളെ ചക്കക്കുരു കറിയും ചോറും മതി കേട്ടോ. അവർക്ക് ഇവിടുന്ന് പണിയെടുക്കാൻ നേരം ഉണ്ടാകില്ല. അതുപോട്ടെ. അപ്പം നമ്മളെ വിഷയത്തിലേക്ക് വരാം. അപ്പം ഇന്ന് ചുമര് കെട്ട് തുടങ്ങി ഇതാ നമ്മളെ ഇത്രയും ചുമരൊക്കെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ വരുന്നുണ്ട്. വിൻഡോസൊക്കെ കുറേ വെച്ചു. ഇവിടെ ഫ്രണ്ടിലത്തെ ഒരു വിൻഡോസ് വെച്ചു, ഇങ്ങനെ പോയി ഇവിടുത്തെ കട്ടില വെച്ചു.
കാണിച്ചു തരാം. ഈ സ്റ്റീലിന്റെ കട്ടിലെ സിമെന്റും ജനൽ വെക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത നമ്മൾ ഈ ഭാഗം പൊള്ളയായ ഭാഗമാണ്. ഈ പൊള്ളയായ ഭാഗം കോൺക്രീറ്റ് ഇങ്ങനെ നിറച്ചിട്ടാണ് വെക്കുക. നമ്മൾ ഇത് വെക്കുന്നതിനനുസരിച്ച് കോൺക്രീറ്റ് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിങ്ങനെ മേലെ വരെ കെട്ടിപ്പോകുന്നതിനനുസരിച്ച് കോൺക്രീറ്റ് ഇങ്ങനെ നിറച്ചു കൊടുക്കണം. മണലല്ലേ? മെറ്റലും മണലും കൂടി മെറ്റലും മണലും കൂടി സിമെന്റും കൂട്ടിയിട്ട് നിറച്ചു കൊടുക്കുക. മുറ്റത്തുനിന്ന് ഇങ്ങനെ കയറി വരുമ്പം ഇവിടെ ഒരു കോലായി ഉണ്ടാവും. കോലായി ഇപ്പം ഉണ്ടാക്കിയില്ല, അത് ബീം വാർത്തിട്ട് ചെയ്യണം അല്ലേ, തറയല്ല. ഇത് വിസിറ്റിംഗ് ലിവിങ്ങും ഇത് ഫാമിലി ലിവിങ്ങും. ഫാമിലി ലിവിങ്ങിലുള്ള വലിയ വിൻഡോ ആണിത്. അപ്പം ഇവിടെ ഒരു ഇതായിരിക്കും അല്ലേ, എന്താ അതിന് പറയാ, ഇവിടെ മേലെ ഓപ്പണിങ് എന്ന് പറയുമ്പോ വ്യൂ അത് തന്നെ, അതുണ്ടാവും കേട്ടോ. ഇവിടെ ഫാമിലി ലിവിങ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെയാണ് ഡൈനിങ് ഹാള്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബെഡ്റൂം, ഇപ്പുറത്തെ സൈഡിൽ ഒരു ബെഡ്റൂം, ഒരു ബാത്റൂം, ഒരു ഡ്രസ്സിങ് റൂം. ബെഡ്റൂമിൻ്റെ വലിപ്പം വരുന്നത് 390x360 അത്രയൊക്കെ മതി. ഒരുപാട് വലിപ്പം എനിക്കിഷ്ടമില്ല. ഒരുപാട് വലിപ്പമൊക്കെ വന്നാൽ ഭയങ്കര ബോറായിരിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഇത്ര മതി എന്നുള്ളത്, ഓവറൊന്നും വേണ്ട. ബാത്റൂം തന്നെ ആദ്യം എടുത്തത് ഒരുപാട് വലിപ്പത്തിന്, ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്യാൻ പറ്റൂലേ, ചെറുത് മതി എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചെറുതാക്കിയ ഇതാണ് ബാത്റൂം. പക്ഷെ ബാത്റൂമിനൊക്കെ വലിപ്പമുണ്ട് കേട്ടോ, നമുക്കൊരു അത്യാവശ്യമുള്ള വലിപ്പമുണ്ട്. പക്ഷെ മുമ്പ് ഒരുപാട് വലിപ്പമുള്ള മാറ്റിയതാ. വലിയ വലിപ്പം ഉണ്ടായിരുന്നു ബാത്റൂം, അത്ര വേണ്ടാന്ന് പറഞ്ഞതാ. ചെറുതും അതല്ല, അത്യാവശ്യം വൃത്തിയാക്കാൻ പറ്റണം, നമുക്ക് കൊണ്ടടക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് നമ്മള് ഫാമിലി ലിവിംഗ്. പിന്നെ എനിക്ക് എന്താ ചോദിക്കാനുള്ള കിച്ചന്റെ എന്ന് വെച്ചാല് ഇവിടെ ഓപ്പണിങ് വരണം എന്നാണ് എനിക്കൊരു ആഗ്രഹമാണ്. ഓപ്പണിങ് കുറെ വീടുകളിൽ വഴി കാണിക്കും. ഇത് ഇവിടെ ഡോറ് വരുന്നത്, കിച്ചണിലേക്ക് ഡോറ് വരുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഓപ്പണിങ് കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്പണിങ് കുറേ ആളൊക്കെ പറയുന്ന ഓപ്പണിങ് വെച്ചാൽ പിന്നെ നിങ്ങൾ അടയ്ക്കേണ്ടി വരും, ഇതാ ഭയങ്കര ഇടങ്ങാറാന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓപ്പണിങ് കിച്ചൺ. അടുക്കളേനെ പറ്റിയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണെന്ന് വെച്ചാൽ അടുക്കളയിൽ ഇപ്പോൾ ഇവിടെ സ്ലേബ് വാർക്കണം, ഇപ്പം തന്നെ വാർക്കണം എന്നാണ് പണിക്കാർ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായമാണ്, സ്ലേബാണോ നല്ലത് അല്ലെങ്കിൽ നമ്മളെ മറ്റേ ഇതില്ലേ, ഏത് പിന്നെ ഇന്റീരിയർ വർക്ക് ചെയ്യും, കബോർഡൊക്കെ വെച്ചിട്ട് ഇന്റീരിയർ വർക്ക് ചെയ്യും, അതിൻ്റെ ഒപ്പം തന്നെ വെക്കുന്ന അതാണോ നല്ലത് എന്നുള്ള ഒരു അഭിപ്രായം ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് ഇവിടേക്കൊരു കോട്ടിയാടുണ്ട്. ഇത് ഞങ്ങളെ ഗുഡ്സാണ് കേട്ടോ. ഇപ്പോൾ ഗുഡ്സ് പോക്കാൻ ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ആയിട്ട് ഗുഡ്സിലൊന്നും പോക്കില്ല, ഇവിടെ നിർത്തിയിടല. അപ്പോൾ ഇവിടേക്ക് വേണ്ട സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിലെടുത്തുകൊണ്ട് വരും, എന്നിട്ട് ഇത് ഇവിടെ നിർത്തിയിടും. അപ്പോൾ മര്യാദയ്ക്ക് ഞാൻ വണ്ടിയിൽ പോയിക്കൊണ്ടുവന്നൊരു മനുഷ്യനേനും അങ്ങനെ അവസാനം യൂട്യൂബ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അടക്ക് യൂട്യൂബിന്റെ കാര്യം പറയട്ടെ. അടക്ക് ഒരു കാര്യം കേൾക്കണം, യൂട്യൂബ് തുടങ്ങി ഇപ്പം വ്യൂസ് ഒക്കെ കിട്ടാൻ തുടങ്ങിയാലും മുതൽ ഇപ്പം എന്താ കണ്ടന്റ് ഉറക്കൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ കുത്തിരിഞ്ഞ് ആലോചന തന്നെയാ പണി. എന്ത് എന്നിട്ട് ഒറ്റ ഞെട്ടല കിട്ടി മണാർന്ന് ഓടും, പേന് ബുക്കും എടുത്തിട്ട് ഓടും, എന്നിട്ട് എഴുത്താ പണി. എഴുതി ഒരു സംവിധായകനാവുപ്പോ അത്രയും സ്വയം അങ്ങനല്ല, കഴിവുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമാണ്. ഒരുവിധം ആരും കെട്ടിയോളന്മാരൊന്നും ഒരു കഥകളൊക്കെ നല്ല രീതിയിൽ എഴുതി ഫലിപ്പിക്കാനുള്ള എല്ലാ ഇതും ഉണ്ട്. അപ്പം ആരെങ്കിലും ഇത് കേൾക്കുന്നവരെങ്കിലും സിനിമയിലേക്ക് ഡയറക്ടർ ആവശ്യമുണ്ട് എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ പോയി ഡയറക്ട് ചെയ്ത് കൊടുക്കും. 8 നില ഉറക്കത്തൊക്കെ ആലോചന തന്നെയാ, ഫുൾ ടൈം ആലോചനയാ, കണ്ടന്റ് ആലോചന. അപ്പം പറഞ്ഞു വന്നത് സിനിമ ആരെങ്കിലും എടുക്കുന്നുണ്ട് ഡയറക്ടറായിട്ട് എന്നെ വിളിച്ചാൽ മതി. ആ സിനിമ ഞാൻ 8 നിലയിൽ പൊട്ടിച്ചു തരും. ഓക്കെ, അപ്പൊ നമ്മളെ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കോർട്ട്യാർഡാണ് വരുന്നത്. ഇവിടെ സ്ലൈഡിങ് ഡോർ വരും, നല്ല ചില്ല്. ഇവിടം വരെ സ്ലൈഡിങ് അയക്കും. ഇവിടം വരെ സ്ലൈഡിങ് വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കോണി, ഇവിടുന്ന് ഇങ്ങോട്ട് കോണി വരും. ഇത് ഡൈനിങ് ഹാളിലുള്ളതെന്ന് പറ. ഇത് ഡൈനിങ് ഹാളില് നമ്മൾ നേരത്തെ കാണിച്ചിനല്ലോ. അടുക്കളയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് കോട്ടിയാട് വരും, എന്നിട്ട് ഇവിടെ വരെ സ്ലൈഡിങ്. അങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളി ഒരു കോട്ടിയാട് വരും. കോട്ടിയാട് വന്നിട്ട് ഇങ്ങനെ നല്ല അടിപൊളി ആക്കൂട്ടത്. എന്നിട്ട് ഇവിടെ നമുക്ക് വൈകുന്നേരമൊക്കെ വന്ന് ഇരുന്ന് ചായയൊക്കെ കുടിച്ച് നല്ല സുഖമല്ലേ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ. പിന്നെ കുടുംബക്കാരൊക്കെ വരുമ്പോൾ ഇരിക്കാനൊക്കെ, എല്ലാവരും ഒന്നിച്ചിരിക്കാനും അതിനൊക്കെ ഉള്ളൊരു സൗകര്യമാക്കി എടുക്കണം. ഇതെല്ലാം സ്വപ്നമാണ്, നിങ്ങളൊക്കെ ദുആ ചെയ്യണോ. ഇതൊക്കെ എല്ലാവരും സ്വപ്നമായിരിക്കുമല്ലോ, ഒരു വീടുണ്ടാക്കുമ്പോൾ പല സ്വപ്നങ്ങളും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അതുപോലെ നാളെ ഒരു സ്വപ്നമാണ്. പിന്നെ മുറ്റത്ത് നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു ഗാർഡൻ ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കണ്ടമുണ്ട്. ഈ കണ്ടം ഫുള്ള് ഞാൻ കാണിച്ചു തരാം. ഈ കണ്ടം ഫുള്ള് ഫ്രൂട്ട്സ് ആണ്. കണ്ടം ഫുള്ള് നല്ല ഒരു ഓറഞ്ച് ഉണ്ട്. ഇത് എന്ത് ഫ്രൂട്ടേനു?
അത് എഴുതി വെച്ചിക്കില്ലേ പേര് ശരിക്കും മറന്നുപോയി നോക്കാം. ഇതൊരു ഫ്രൂട്ട്സ് ആണ്. പിന്നെ അപ്പുറത്ത് ഓറഞ്ച് ഉണ്ട്. ഓറഞ്ച് ഉണ്ടായ കാണിച്ചു തരാം. ഇവിടെ ഓറഞ്ച് ഉണ്ട് ഉണ്ടാക്കി. ഇതാ അതിൻ്റെ തൊട്ടപ്പുറത്ത് പീനട്ട് ബട്ടർ. അതെയും കണ്ടു എനിക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നത്. പ്രത്യേകിച്ചൊരു ടേസ്റ്റൊന്നുമില്ല. ഇത് ഉണക്കി ഉപയോഗിക്കുന്നതാന്ന് തോന്നുന്നു. ഇത് പച്ചക്ക് തിന്നാൻ വലിയ ഗുണമൊന്നുമില്ല. നമ്മളൊരു കർഷകനാണ്. അതിൻ്റെ ഒരു അവാർഡൊക്കെ കിട്ടി. അവാർഡിൻ്റെ ഫലകം ഇതിൻ്റെ ഉള്ളിലായിപ്പോയി. അങ്ങോട്ടേക്ക് മാവ് ഉണ്ടായിരുന്നു. നല്ല എന്താ നീല നിറത്തിൽ വലിപ്പം വെച്ചിട്ടുണ്ടാകുന്ന മാങ്ങ. അല്ലേ? പേരെന്നാ? നീലാണ്ടൻ മാങ്ങ. നീലാണ്ടൻ മാങ്ങ. നീല മാങ്ങ നീലാണ്ടൻ മാങ്ങ എന്നല്ലാണ്ട് പിന്നെന്താ പറയാ? അങ്ങനെയാ? അങ്ങനെ ആയിരിക്കും. നീലാണ്ടൻ മാങ്ങയാണോ? അതിന്റെ പേര് മറന്നുപോയി. പിന്നെ പറഞ്ഞുതരാം. നീല കളറ്. അത് തന്നെ നീലാണ്ടൻ മാങ്ങ. അതാണ്. ഇങ്ങോട്ടേക്ക് പോകാനാവൂല, മൊത്തം കാടായിട്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പൊ പോകുന്നില്ല. അങ്ങോട്ട് വേറെ കുറെ ഫ്രൂട്ട്സ് കാണിക്കാനുണ്ടായിരുന്നു. അവിടെ കുറെ ഉണ്ട്. അവിടെ 2 ഫ്രൂട്ട്സിന്റെ കൂടി ഉണ്ട്. ഇത് നമ്മളെ വീട് ഇങ്ങോട്ട് സെറ്റായി വന്നാൽ ഇത് ഫുള്ള് അങ്ങോട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ ഗാർഡന് കാര്യങ്ങൾ ഇതൊക്കെ നമ്മളെ വീട്ടിൽ നിന്നുള്ള ചെടികൾ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ടും കൊണ്ടുവരും. അപ്പോൾ നല്ലതായിരിക്കും. പിന്നെ മുറ്റത്തിൻ്റെത് കാണിച്ചു തരാം. ഞങ്ങൾ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു മണ്ണെന്താക്കി. മണ്ണാണ് ഇത് അവിടെ കുറേ കൂട്ടിക്കിടക്കുന്നത്. ആർക്കെ മണ്ണ് വേണമെങ്കിൽ സൗജന്യമായിട്ട് തരാം. നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് ഈ പച്ച നെറ്റ് ഓല് തന്നെ കൊണ്ടുവന്ന് വലിച്ചു കെട്ടിയതാണ്. ഓൽക്ക് തണലത്ത് കുത്തിരിക്കാൻ, തണലത്തെ നല്ലോണം സുഖിച്ചിരിക്കാൻ. ഇത് ഈ വീഡിയോ ഓല് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ പാവാന്നിട്ടോ. നല്ല പണിക്കാരാണ്. നല്ല വൃത്തിക്ക് പണിയെടുക്കൂ. പിന്നെന്താ അറിയണ്ടേ, നല്ല പണിക്കാരാണ്. നല്ല സ്പീഡ് ഉണ്ട്. മോളെ കൂലി ഒന്നും കുറച്ച് തരില്ല. ഞാൻ അധികം അങ്ങോട്ട് പുഴത്താൻ നിൽക്കണ്ട. ആർക്കെങ്കിലും വിളിക്കണമെങ്കിൽ വിളിച്ചോ. വിളിക്കണ നമ്പറൊന്നും ഇല്ല. നമ്പർ വേണ്ട, നമ്മൾ പറഞ്ഞു കൊടുക്കാം. പിന്നെ ബാത്റൂമിന്റെ സ്ലാവൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്തു. ഇവിടെ പിന്നെ കല്ലാണ്. അമ്മാതിരി ടൈറ്റ് കല്ല. ഇത്രയേരം പറഞ്ഞ് ചിരിച്ചു. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ആയിരിക്കും ഞങ്ങൾ വീട് ഉണ്ടാക്കുന്നത് വേറെ ഏതോ ഒരു സ്ഥലത്താണെന്നുള്ളത്. അതിന്റെ തൊട്ട് മുകളിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. അതിന്റെ താഴെയാണ് മേലത്തെ കാണുന്നത്. കുയ്യിലായി പോയി. കുയ്യിലല്ലായിരുന്നു. ഇതുണ്ടോ, ഇതിന്റെ മേലെയാണ് ഞങ്ങളെ വീടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ താത്തിയിട്ടാണ് തൊട്ട് താഴെ ഇപ്പോൾ വീടുണ്ടാക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരത്തെ ചായക്ക് ഞങ്ങളെ വീട്ടിൽ ഒരു കൊതിപ്പിക്കാം. കിടക്കട്ടെ, എല്ലാവരും വെള്ളം ഇറക്കിക്കോ. തേമ്പരിക്ക ചക്കയും പാലൊഴിച്ച ചായയും. ഈ കൊടുത്തതൊന്നും ഇങ്ങനെ വിളിച്ചു കൊടുത്തതിന്റെ അല്ല, ഇപ്പം ചക്ക എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവോ? അതായത് ഞങ്ങള് വീട്ടിൽ 5 വർഷം മുമ്പാണ് ഒരു വരിക്കപ്ലാവിന്റെ തേൻ വരിക്കേന്റെ ഇത് കൊണ്ടുപോയി നട്ടത്. അപ്പൊ അത് 2 വർഷമായിട്ട് ഞങ്ങൾക്ക് ചക്ക തരുന്നുണ്ട്. 2 പ്രാവശ്യം എന്താകും കായല്ല ഉണ്ടായി, ചക്ക ഉണ്ടാവും. വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാവും. എല്ലാ പ്ലാവും വർഷത്തിൽ 1 പ്രാവശ്യം ഉണ്ടാകുക. മയത്തിലൊക്കെ തള്ളിക്കൂടെ? അല്ല, സത്യം 2 പ്രാവശ്യം ഉണ്ടാവും. ഓക്കെ, എല്ലാ ചക്കയും 1 പ്രാവശ്യം ഉണ്ടാകുക. ഇപ്രാവശ്യം 2 പ്രാവശ്യം ഉണ്ടായി. ചക്കമേല് 2 പ്രാവശ്യം ഉണ്ടാവും വർഷത്തിൽ. അങ്ങനെ ഞാളെ പ്ലാവുമേല് 2 പ്രാവശ്യം ഉണ്ടാവും. അതും തേമ്പരിക്ക. ചായയിലൊന്നും പഞ്ചാര ഇടേണ്ട ആവശ്യമില്ല. അതിന്റെ ചേണിയില്ലേ, അതിനടക്കം മധുര. ചേണി എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാവില്ല. നമുക്ക് ഇവിടെ മലബാറുകാർക്കൊക്കെ മനസ്സിലാവും. മടലിനോട് അടുപ്പിച്ചുള്ള സാധനം. ചക്കേനെ പുറമെ കൂടി കുറെ വള്ളികളില്ലേ, അതാണ് ചേണി. വള്ളി ചേണി. എന്താ അത് ചിരിക്കുന്നത്? ചേണി. അതിന്റെ പേരെന്താ എനിക്ക് അറിയില്ല. അതടക്കം മൂപ്പൻ തിന്ന് കഥ ഞാൻ പറയുന്നത്. അതെ, അതിന് വരെ മധുരമാണ്. ഓക്കെ, അപ്പൊ ചക്ക കൊണ്ടുവച്ചാല് മടലോടെ കൊണ്ടുവച്ചെടുത്താല് വെറും ആ പുറമുള്ള ഇതില്ലേ, ഇത് ആ പച്ച, അത് മാത്രം ബാക്കി ഉണ്ടാവും. ചേണിയും കാണും. ചക്കക്കുരുവിന്റെ പുറത്തുള്ള അടക്കം ചക്കക്കുരുവിന് വരെ മധുര. പിന്നെ നമ്മൾ ഈ കുറേ ആൾക്കാർ ചോദിച്ചു നമ്മൾ വിൻഡോസൊക്കെ എവിടുന്നാണ് എടുത്തതെന്നുള്ളത്. അത് താമരശ്ശേരി പൂനൂരുള്ള സീക്കോ എന്ന് പറയുന്ന ഒരു സ്റ്റീൽ ഫാബ്രിക്കേഷൻ കമ്പനിയാണ്. അവരുടെ പ്രൊഡക്ഷൻ തന്നെയാണ്. അത് ഞങ്ങൾ കുറേ സ്ഥലത്ത് ഇങ്ങനെ അന്വേഷിച്ചിരുന്നു. താമരശ്ശേരി അന്വേഷിച്ച്, കോഴിക്കോട് അന്വേഷിച്ച്, മലപ്പുറം വരെ ഞങ്ങൾ പോയി. എന്നിട്ടൊന്നും ഭയങ്കര റേറ്റ് വ്യത്യാസമുണ്ട്, ക്വാളിറ്റിയും അത്ര പോരാ. അപ്പോൾ ഇവർ നല്ല കേജുള്ള നല്ല സാധനമാണ്, നല്ല മെറ്റീരിയലാണ്. ഇവരെ പ്രൊഡക്ഷൻ എവിടെയുള്ളത്? പ്രൊഡക്ഷൻ കണ്ണൂർ കൂത്തുപറമ്പങ്ങാനാ. അപ്പോൾ നല്ല കൂത്തുപറമ്പ് കണ്ണൂരിൽ നിന്ന് ഇവർ കൊണ്ടുവന്നത്. അപ്പോൾ നല്ല ഇതാണ്. അപ്പോൾ ആർക്കെങ്കിലും വല്ല നമ്പർ വേണമെങ്കിൽ നമ്മൾ ചോദിച്ചാൽ നമ്മൾ പറഞ്ഞുതരാം. വലിയ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യുമ്പോൾ മറ്റുള്ള ഇത് കമ്പയർ ചെയ്യുമ്പോൾ നല്ല കോസ്റ്റ്, നല്ല റേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ എഞ്ചിനീയർ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ കുറേ എപ്പം വിളിച്ചാലും ഏറ്റവും ഇത് വേണ്ടിയ നമ്മൾ എപ്പം വിളിച്ചാലും ഫോൺ എടുക്കും. പിന്നെ പറയാനുള്ള എഞ്ചിനീയറെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല.
അല്ല വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. കാരണം ഞങ്ങൾ ഇതിന് മുമ്പ് ലേബർ സെസ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഫേസ്ബുക്കിൽ തന്നെ 3.45 മില്യൺ അങ്ങനെ ആയിക്ക്. ആ കണ്ടന്റിന്റെ ആളാണ് ആ എഞ്ചിനീയർ. പിന്നെ വേറെ ഒരു കണ്ടന്റ് ഇവിടെ പറഞ്ഞു നിൽക്കല്ലോ, ഏതായിരുന്നു? പിന്നെ വേറെ എന്തേനും KSEBിൻ്റെ റീഡിങ് എടുക്കാൻ വരുന്നൊരു സംഭവം ചെയ്തിരുന്നു. KSEBിക്ക് ഈ മറ്റേ എന്തെന്നായിരുന്നു അതിൻ്റെ പേര്, ഈ KSEBിൻ്റെ മുരിങ്ങാക്കോലല്ല, KSEBിൻ്റെ ഒരു വീഡിയോ ആൾ ചെയ്തിരുന്നു. ഈ ACD അഡീഷണൽ ക്യാഷ് ഡിപ്പോസിറ്റ്, അതിൻ്റെ മൂപ്പരെ ഒരു കണ്ടന്റാണ് നമ്മളത് ചെയ്തത്. അത് നല്ല രസമുണ്ടായിരുന്നു. ഇവള് ബോധം കെട്ട് വിൽക്കുന്നത് ACDയോ ഈ ചെറ്റപ്പറക്കു ACO എന്നൊക്കെ ചോദിക്കുന്ന ഒരു കണ്ടന്റ് ഉണ്ടായിരുന്നു. അതും എഞ്ചിനീയർ പറഞ്ഞാണ്. എഞ്ചിനീയർ കണ്ടന്റ്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് എഞ്ചിനീയർ നല്ല സപ്പോർട്ടാണ്. നമ്മൾ എപ്പം വിളിച്ചാലും പെട്ടെന്ന് ഫോൺ എടുക്കും, നമ്മളെ സംശയങ്ങൾക്കുള്ള മറുപടി തരും. എഞ്ചിനീയറുടെ പേരെന്താണെന്ന് അറിയാം? സന്ദീപ് എന്നാണ്. ബാലുശ്ശേരിയാണ്. അതിന്റെ കറക്റ്റ് കമ്പനീന്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കൊടുക്കാം. ബാലുശ്ശേരി കോഴിക്കോട് റോഡിൽ കുറച്ച് മുന്നോട്ട് റൈറ്റ് സൈഡിൽ. നമ്പർ ആർക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഭയങ്കര സപ്പോർട്ടാണ്. മൂപ്പര് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് നമുക്ക് നല്ല വിശാലത വേണം. നമുക്ക് വിൻഡോസിന്റെ എല്ലാ ക്രെഡിറ്റും എഞ്ചിനീയർക്കാണ്. നമ്മൾ പറഞ്ഞത് നല്ല കാറ്റും വെളിച്ചവും പോടാന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച്. മൂപ്പര് വേറെ കാര്യം പറഞ്ഞിരുന്നു, നിങ്ങൾ ഈ യൂട്യൂബിലൊക്കെ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ, അപ്പോൾ അതിന് കണക്കാക്കിയിട്ടുള്ള ഒരു വീടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം അത്രയും ഒരു വിശാലത നിങ്ങൾക്ക് വേണം. എവിടെ ഒരുപാട് ആർഭാടാക്കാനുള്ള പൈസ ഇല്ല, അപ്പം അതിനൊപ്പിച്ചിട്ടുള്ളതായിരിക്കും വേണം. അങ്ങനെ പറഞ്ഞു. തീരെയായിട്ട് കുറവല്ല, ആ ഒരു രീതിക്കുള്ള വീട്. നമ്മൾ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല, ഞങ്ങൾ നിർത്തുകയാണ്. ഇപ്പം എല്ലാം കൂടി ഇരുടാകാൻ തുടങ്ങി. പണിക്കാർ പോയതിനു ശേഷമാണ് ഞങ്ങൾ ക്യാമറയായിട്ട് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരോടും നല്ലൊരു ദിവസം നേരുന്നു. അസ്സലാമു അലൈക്കും. ബൈ ബൈ, ടാറ്റ.